നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ച കേസിൽ 1 വർഷം പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങുമെത്തിയില്ല. ഗൺമാന് ക്ലീൻ ചിറ്റ് നൽകി പോലീസ് സമർപ്പിച്ച റഫറൽ റിപ്പോർട്ട് തള്ളി കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഗൺമാന് ക്ലീൻ ചിറ്റ് നൽകിയ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് തന്നെയാണ് വീണ്ടും അന്വേഷണ ചുമതല. കേസിൽ നീതി പ്രതീക്ഷിക്കുന്നില്ലെന്നും നിയമവിദഗ്ധരുമായി ആലോചിച്ച് നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മർദ്ദനമേറ്റവർ പറഞ്ഞു. 2023 ഡിസംബർ 15 നവകേരള യാത്ര ആലപ്പുഴ വഴി കടന്നുപോയപ്പോഴായിരുന്നു യൂത്ത് കോൺഗ്രസ് KSU നേതാക്കൾക്ക് നേരെയുള്ള മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെയും സംഘത്തിന്റെയും ഈ ക്രൂരമർദ്ദനം. സംഭവം നടന്ന് 1 വർഷം കഴിയുമ്പോഴും കേസിലെ പ്രതികൾക്കെതിരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. പരാതി നൽകിയിട്ടും ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുക്കാതിരുന്നതോടെ മർദ്ദനമേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസും KSU ജില്ലാ പ്രസിഡന്റ് AD തോമസും കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. കേസെടുക്കണമെന്ന കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂരിനെ 1-ാം പ്രതിയും സുരക്ഷാ സേനയിലെ S സന്ദീപും കണ്ടാലറിയാവുന്ന ഉദ്യോഗസ്ഥരെയും പ്രതികളാക്കി പോലീസ് കേസെടുത്തു. പിന്നീട് കേസന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. മുഖ്യമന്ത്രിയുടെ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥരും അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്തതെന്ന് കാട്ടി അംഗരക്ഷകർക്ക് ക്ലീൻ ചിറ്റ് നൽകി ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. റിപ്പോർട്ട് തള്ളണമെന്ന് ആവശ്യപ്പെട്ട് മർദ്ദനത്തിൽ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് നേതാവ് അജയ് ജുവൽ കുര്യാക്കോസ് സമർപ്പിച്ച ഹർജിയിൽ ആലപ്പുഴ ജില്ലാ മജിസ്ട്രേറ്റ് കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു. എന്നാൽ തുടരന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും നിയമവിദഗ്ധരുമായി ആലോചിച്ച് തുടർ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മർദ്ദനമേറ്റവർ പറയുന്നു. ഈ കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി നേരിട്ട് ഇടപെടുന്ന ഒരു കേസാണ്. അപ്പോൾ അതിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ നിയമത്തിന്റെ മുമ്പിൽ ഈ രാഷ്ട്രീയ സ്വാധീനങ്ങൾക്കപ്പുറം കോടതി ന്യായമായി ഇടപെടും. അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്, തുടർന്നും അങ്ങനെ തന്നെ ഉണ്ടാവും. അതിലാണ് ഞങ്ങളുടെ മുഴുവൻ പ്രതീക്ഷ. അല്ലാതെ ഈ സർക്കാരിലോ പോലീസിലോ യാതൊരുവിധ വിശ്വാസവും നമുക്കില്ല. പിന്നെ സ്വാഭാവികമായ സമയം കുറച്ച് നൽകേണ്ടതാണ്. അതൊരു സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ്. അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ ഇതുവരെ പോലീസ് ബന്ധപ്പെടുകയോ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുകയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആരോപണ വിധേയരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആദ്യം മുതൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്നത്. കേസ് കോടതിയിൽ തെളിയിക്കപ്പെട്ടാൽ പ്രതികൾക്ക് 5 വർഷത്തിലധികം തടവ് ശിക്ഷ വരെ ലഭിക്കാം. ജനം, ആലപ്പുഴ.